ശ്ലോകത്തിൽ കൃഷ്ണൻ, അർജുനൻ എന്നിവരൊക്കെ ഏത് ശംഖുകളെയാണ് വിളിച്ചതെന്ന് പരിചയപ്പെടുത്തുകയാണ്. പാഞ്ചജന്യം ഹൃഷീകേശ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദദ്ധ്മൗ മഹാശംഖം ഭീമകർമാവൃകോദര അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ. ഇവിടെ ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം എന്ന ശംഖ്, അർജുനൻ ദേവദത്തം എന്ന ശംഖ്, ഭീമകർമാവായ ഭീമസേനൻ പൗണ്ഡ്രം എന്ന മഹാശംഖ്, കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖ്, നകുല സഹദേവന്മാർ സുഘോഷം മണിപുഷ്പകം എന്നീ ശംഖുകളെയും മുഴക്കി എന്നാണ് പറയുന്നത്. ലോർഡ് കൃഷ്ണ ബ്ലൂ ഹിസ് കോൺ ഷെൽ കോൾഡ് പാഞ്ചജന്യ. കൃഷ്ണന്റെ ശംഖിന്റെ പേരാണ് പാഞ്ചജന്യം. അർജുന ബ്ലൂ ഹിസ് അർജുനന്റെ ശംഖ് എന്താണ്? ദേവദത്തം. ദേവദത്തം എന്ന് പറയുന്ന ശംഖാണ് അദ്ദേഹം മുഴക്കിയത്. ഭീമന്റെ ശംഖിന്റെ പേരാണ് പൗണ്ഡ്രം. അതേസമയം യുധിഷ്ഠിരന്റെ ശംഖിന്റെ പേരാണ് അനന്തവിജയം. ഇനി നകുലന്റെ ശംഖ് സുഘോഷം, സഹദേവന്റെ ശംഖ് മണിപുഷ്പകം. ഇത്രയും ശംഖുകളെ മുഴക്കി എന്നാണ് ഇവിടെ പറയുന്നത്. Lord Krishna blew his conch shell called Panchajanya, Arjuna blew his Devadatta, and Bhima, the voracious eater and performer of Herculean tasks, blew his terrific conch shell called Poundra. Krishna had vowed not to fight in the battle but to join one side of the conflict. His army, however, would fight on the other side. കൃഷ്ണന്റെ സൈന്യം ആരുടെ കൂടെയാണ്? ദുര്യോധനന്റെ കൂടെയാണ്. കൃഷ്ണൻ മാത്രമാണ് പാണ്ഡവപക്ഷത്ത് നിൽക്കുന്നത്. ദുര്യോധന elected Krishna's army and Arjuna chose to have Krishna on his side. Krishna is the enunciator of the fundamental universal principles described in Bhagavad Gita, and as he will explain later this source. The inner meaning of his appearing on the side of the Pandavas, which was substantially weaker in strength than Duryodhana's side, is that leadership which is lacking in effectiveness in efficiency due to a lack of understanding of the principles of practice is preferably to leadership which is lacking in alignment with the principles of purpose. It's better to be going in the right direction at 5 miles an hour than of a cliff at 100. For all the efficiency of modern Western civilization, we see a number of alarming statistics, among them rates of violent crime, suicide, divorce, and other indicators that efficiency is not everything. ഇവിടെ കൃഷ്ണൻ അർജുനന്റെ പക്ഷത്ത് നിന്ന് തൻ്റെ സൈന്യത്തെ മുഴുവൻ ദുര്യോധന പക്ഷത്തേക്ക് കൊടുക്കുകയാണ്. പക്ഷേ കൃഷ്ണൻ ഇവിടെ ഒരു ലീഡർ ആയിരിക്കുന്നിടത്തോളം ഇദ്ദേഹത്തിൻ്റെ സൈന്യമല്ല അദ്ദേഹത്തിന് പ്രാധാന്യം. യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസിൽ നിന്നുകൊണ്ടുള്ള തത്വങ്ങൾ അദ്ദേഹം അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലീഡർഷിപ്പ് കേപ്പബിലിറ്റിയും അല്ലെങ്കിൽ ആ ഒരു ലീഡർഷിപ്പ് മാത്രം മതി ഇവർക്ക് ജയിക്കാൻ എന്നിവർക്ക് കൃത്യമായി അറിയാം. ഇന്നത്തെ ഒരു വെസ്റ്റേൺ സിവിലൈസേഷനിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് ആൾക്കാരുണ്ട്, പലതരത്തിലും എന്താ പറയുക, ഒരുപാട് കാലിബറുള്ള ആൾക്കാരെ കാണാം. പക്ഷേ അവരെല്ലാവരും ഒരു റൈറ്റ് പൊസിഷനാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഈ പറഞ്ഞ വയലന്റ് ക്രൈംസ് ആൻഡ് സൂയിസൈഡ്, ഡൈവോഴ്സ് ഇതെല്ലാം വരുന്നത്. കാരണം ഒരു പ്രാപഞ്ചിക തത്വങ്ങളിൽ, മൂല്യങ്ങളിലൊക്കെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ഭാഗം, ഒരു സമൂഹം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമൂഹത്തിൻ്റെ ഈ മൂല്യങ്ങളിലുള്ള ച്യുതി, നാശം, അതായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയുള്ള എന്തൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിലും ആ കഴിവുകൾക്ക് പ്രസക്തിയില്ലാതെ പോകുന്നത് ഇതുപോലുള്ള വയലൻസുകളൊക്കെ ധാരാളം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ലീഡർഷിപ്പ് കേപ്പബിലിറ്റി അത് എപ്പോഴും ഒരു ഓതൻറ്റിക് സൈഡിൽ നിന്നുകൊണ്ട് തന്നെ ഉണ്ടാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.
അടുത്ത ശ്ലോകങ്ങളിലും പറയുന്നു, അതായത് യുധിഷ്ഠിരൻ തുടങ്ങിയവരൊക്കെ എങ്ങനെയാണ് അവരുടെ ശംഖുകൾ മുഴക്കിയത്. കിങ് യുധിഷ്ഠിര, ദ സൺ ഓഫ് കുന്തി, ബ്ലൂ ഹിസ് കോൺ ഷെൽ, ദ അനന്ത വിജയ, ആൻഡ് നകുല ആൻഡ് സഹദേവ ബ്ലൂ ദ സുഘോഷ ആൻഡ് മണിപുഷ്പക. That great archer, the king of Kashi, the great fighter Shikhandi, Dhrishtadyumna, Virata, the unconquerable Satyaki, Drupada, the sons of Draupadi, and the others, O kings, such as the mighty armed son of Subhadra, all blew their respective conch shells. The blowing of these different conch shells became uproarious, vibrating both in the sky and on the earth. It shattered the hearts of the sons of Dhritarashtra. കാരണം ഇവിടെ ഓരോരുത്തരുടെയും യുധിഷ്ഠിര, നകുല ആൻഡ് സഹദേവ് ആർ 3 ഓഫ് ദ 5 പാണ്ഡവ ബ്രദേഴ്സ്, അർജുന ആൻഡ് ഭീമ ആർ ദി അതർ 2. അതാണ് യുധിഷ്ഠിരൻ, എന്താ പറയുക, ഇങ്ങനെയുള്ള എല്ലാവരും കൂടി ആ ശംഖ് ഊതി തുടങ്ങിയപ്പോൾ ആരൊക്കെയാണ്? അനന്തവിജയം രാജ, കുന്തിപുത്രോ യുധിഷ്ഠിര, നകുല സഹദേവശ്ച, സുഘോഷമണി പുഷ്പകൗ. കഴിഞ്ഞിട്ട് കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡീ ച മഹാരഥഃ, ധൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ച അപരാജിതഃ, ദ്രുപദോ ദ്രൗപദേയാശ്ച, ദ്രുപദനും ദ്രൗപദിയുടെ മക്കളും, സർവശഃ പൃഥ്വീപതി, അങ്ങനെ എല്ലാവരും, സൗഭദ്രശ്ച, അതുപോലെ സുഭദ്രയുടെ മകനും എല്ലാവരും, ശംഖാൻ ദദ്മുഹു പൃഥക് പൃഥക്, വീണ്ടും വീണ്ടും ഇങ്ങനെ ശംഖ് മുഴക്കാൻ തുടങ്ങി. ഇങ്ങനെ വന്നപ്പോൾ എന്തായി? സഘോഷഃ, ആ ശബ്ദം എങ്ങനെയായി? ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത്, അല്ലെ? ആ ധാർത്തരാഷ്ട്രന്മാരുടെ ഹൃദയങ്ങളെ എന്താ ഇടിപ്പിക്കാൻ തുടങ്ങി. അതായത് അവരെ മാറ്റൊലി കൊള്ളിച്ചുകൊണ്ട്, എന്താണ്, ആകാശവും ഭൂമിയും ഒക്കെ മാറ്റൊലി കൊള്ളിച്ചുകൊണ്ട്, നഭശ്ച പൃഥ്വീം ചൈവ തുമുലഹ വ്യനുനാദയൻ, ആ ഇതിൻ്റെ എല്ലാം ശബ്ദം, ഭീഷണ സ്വരമുള്ള ആ ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് ദുര്യോധനാദികളുടെ ഹൃദയത്തെ പിളർന്ന വിധത്തിലായി ഈ ശബ്ദമുണ്ടായത് എന്ന് പറയുന്നു. At that time, Arjuna, the son of Pandu, seated in the chariot bearing the flag marked with Hanuman, took up his bow and prepared to shoot his arrows. ഈ ഒരു സമയത്ത് അപ്പം ഇങ്ങനെയൊരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം അവിടെ നിൽക്കുകയാണ്. എല്ലാവരും യുദ്ധം ചെയ്യാൻ തയ്യാറായി. ദുര്യോധനൻ തൻ്റെ പക്ഷത്തെ മുഴുവൻ നിർത്തി, പാണ്ഡവരെ എല്ലാവരും യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അർജുനൻ പറയുകയാണ്, എന്താണ്? അർജുന ഉവാച, ആദ്യം പറയും, അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജ, പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ, ഹൃഷീകേശം തഥാ വാക്യം ഇദമാഹ മഹീപത്തെ. ഇത് പറയുന്ന സമയത്ത്, ഇതിങ്ങനെ എല്ലാവരും ആ ഒരു ശബ്ദം ഉണ്ടാക്കി നിൽക്കുന്ന സമയത്ത് രാജാവ് പറയും, അതായത് അർജുനൻ, അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജ, പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവ, ഹൃഷീകേശം തദാ വാക്യമിദമാഹ മഹീപതേ. അർജുന ഉവാച, സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത. ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കി എല്ലാവരും റെഡിയായി നിൽക്കുന്ന സമയത്താണ് കൃഷ്ണനോട് അർജുനൻ പറയാണ്, ഞാൻ ദേ എല്ലാവരെയും കാണുന്നുണ്ട്, തൻ്റെ ഹനുമാന്റെ കൊടിയടയാളമൊക്കെയാണ് അർജുനനുള്ളത്. ആ അർജുനൻ യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ദുര്യോധനാദികളെ കണ്ടിട്ട് ഇപ്പോൾ ഇനി യുദ്ധം ചെയ്യാൻ തയ്യാറായി വില്ലൊക്കെ എടുക്കേണ്ട സമയത്ത് അർജുനൻ കൃഷ്ണനോട് പറയും, സേനയോഹോ ഉഭയോഹോ മധ്യേ, രണ്ട് സേനയുടെയും നടുക്കായിട്ട് രഥം സ്ഥാപയമേ, എൻ്റെ രഥത്തെ സ്ഥാപിക്കൂ. തേരാളിയാണ് കണ്ണൻ, അല്ലേ? കൃഷ്ണൻ അർജുനൻ്റെ തേരാളിയാണ്. അപ്പം അർജുനൻ കൃഷ്ണനോട് പറയുകയാണ്, എനിക്ക് രണ്ട് സേനയുടെയും നടുക്ക് നിൽക്കണം, എനിക്ക് രണ്ടുപേരെയും, രണ്ട് കൂട്ടരെയും കൃത്യമായി കാണണം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് രണ്ട് സേനയുടെയും നടുക്ക് പോവാനായിട്ട്. അറ്റ് ദാറ്റ് ടൈം അർജുന
The son of Pandu, seated in the chariot bearing the flag marked with Hanuman, took up his bow and prepared to shoot his arrows. O king, after looking at the sons of Dhritarashtra drawn in military array, Arjuna then spoke to Lord Krishna these words. In this opening chapter of the Bhagavad Gita, we are given some insight into the character of an authentic leader. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ ഓപ്പണിംഗ് ഭാഗത്ത് ഈ ഒരു ചാപ്റ്റർ പറയുന്ന സമയത്ത് തന്നെ ഇഫക്റ്റീവ് ലീഡറെ കുറിച്ചും ഓതൻറ്റിക് ലീഡറെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഈ ഒരു എങ്ങനെയാണ് ഓതൻറ്റിക് ലീഡർ? ദ ഇന്റേണൽ സൈക്കോളജി ഓഫ് ആൻ ഓതൻറ്റിക് ലീഡർ, their area and scope of concern are revealed in the following conversation between Arjuna and Krishna. അപ്പോൾ ആ ഒരു ഇൻറ്റേർണൽ സൈക്കോളജി, ഒരു ഓതൻറ്റിക് ലീഡറുടെ ഉള്ളിലുണ്ടാകുന്ന ആന്തരികമായ ചിന്തകൾ, കാഴ്ചപ്പാട്, ഇതെല്ലാം ഇനിയുള്ള ഈ അർജുനനും കൃഷ്ണനും തമ്മിലുള്ള സംഭാഷണത്തിൽ നമുക്ക് നിഴലിക്കുന്നതായിട്ട് കാണാം.